എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രുചികരമായ ഒരു പായസമായാലോ? ഓണമൊക്കെ അടുത്ത് വരാറായല്ലോ. വളരെ വ്യത്യസ്തമായിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തയ്യാറാക്കിയെടുക്കാൻ അധികം സമയമൊന്നും എടുക്കുകയുമില്ല. ടേസ്റ്റിയും അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. തീർച്ചയായിട്ടും ഒരു തവണ തയ്യാറാക്കിയാൽ കൂട്ടുകാർ ഇതുപോലെ തയ്യാറാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഈ ഒരു പായസം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ്. നമുക്ക് ഏകദേശം ഒരു 3 ക്യാരറ്റോളം ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് 2 ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒന്നീ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ക്യാരറ്റ് ചേർത്തിട്ടുള്ള പായസമായതുകൊണ്ട് നല്ല കളറാണ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പായസം കഴിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത്. 2 ക്യാരറ്റും ഞാൻ ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഈസി ആകത്തുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ചൗവരിയാണ്. 1 കപ്പ് അളവിൽ ചൗവരി ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഞാൻ എടുത്തിരിക്കുന്ന ചൗവരി എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടുള്ള ബോൾസുകളുള്ള ചൗവരിയാണ്. ഇനി നമുക്ക് വേവിച്ചിട്ടുള്ള കുറച്ച് ക്യാരറ്റും കൂടെ ആവശ്യമുണ്ട്. ഞാനിത് മീഡിയം വലുപ്പമുള്ള 1 ക്യാരറ്റ് വേവിച്ചെടുത്തതാണ്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എടുക്കണം. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് 1 ഞാൻ എടുത്തേക്കുന്നത്. കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത്. ഇതിൻ്റെ കൂടെ നമ്മൾ പാലും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ഇനി പാനിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കാഷ്യൂനട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കശുവണ്ടിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിന് ഇതിനകത്തോട്ട് കുറച്ച് റൈസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് 2 എടുത്തേക്കുന്നത്. ഈ മൂപ്പിച്ച കൂട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ആ ഒരു ഗീയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആ ഗീയിൽ ഈ ക്യാരറ്റും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ക്യാരറ്റിൻ്റെ പീസസൊക്കെ ചെറുതായിട്ടൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവ വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്ക് ഈ ഗീയിൽ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ക്യാരറ്റ് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തിട്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ക്യാരറ്റ് വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ വറ്റി ക്യാരറ്റ് നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതേ പാനിലോട്ട് ഞാൻ 1 ലിറ്റർ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഫുൾ ഫാറ്റായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരണം. പാല് ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കിന് നമുക്കിനി ചൗവരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൗവരി കുതിർത്ത് വെച്ചിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പാലിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ വെന്ത് കിട്ടും. ചൗവരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചൗവരിയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റി പായസമാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചൗവരി എന്ന് പറയുന്നത് വയറിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ആകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം. ചൗവരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തു. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുകയാണ്. ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ആ പാലിലോട്ടെല്ലാം ഒന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ വിളയിച്ച് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ ഗ്രേറ്റ് ചെയ്ത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ക്യാരറ്റ് നമ്മൾ വഴറ്റിയെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പാലുമായിട്ടൊന്ന് മിക്സ് ആകും. അധികം വേകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വഴറ്റിയെടുത്തപ്പോൾ തന്നെ ക്യാരറ്റെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, ഈ ക്യാരറ്റ് അരച്ചുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പായസത്തിന് നല്ലൊരു കളറാണ്. വേറെ വെള്ളമൊന്നും ചേർക്കാതെ അല്ലാതെ തന്നെയാണ് ക്യാരറ്റ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. കേട്ടോ, നല്ലൊരു കളറ് തന്നെ നമ്മുടെ പായസത്തിനായിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൗരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി ഇരിക്കും തോറും ഇത് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഓഫ് ചെയ്തെടുക്കാനായിട്ട്.
നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടിയും റൈസൻസും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ചെറിയ ചൂടോട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അതിലും നല്ലത് നമ്മളിത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് ഈ പായസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. മൂപ്പിച്ച് വെച്ചിരുന്ന കശുവണ്ടിയിൽ കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ആ പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തുള്ളൂ. ബാക്കി ഞാൻ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തവണയെങ്കിലും കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തന്നെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓണത്തിന് നമ്മൾ വിവിധതരം പായസങ്ങൾ തയ്യാറാക്കുമല്ലോ. ഈ ഒരു രീതിയിൽ ക്യാരറ്റ് പായസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഗസ്റ്റിനൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു പായസം തന്നെയാണ്. ഞാൻ ചേർത്ത് കൊടുത്ത അളവിൽ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഓവറായിട്ടുള്ളൊരു മധുരം കാണത്തില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഈ പായസത്തിന്. ക്യാരറ്റൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് നല്ല കളറാണ്. അതുപോലെ തന്നെ ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. എപ്പോഴും ഈ പായസം ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടത് തന്നെയാണ് ഈ ഓണത്തിന്. പായസത്തിൻ്റെ ചൂടൊക്കെ ആറി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ പായസത്തിൻ്റെ കളറ് കണ്ടോ? നമ്മൾ ആദ്യം തയ്യാറാക്കി എടുത്തതിനേക്കാട്ടിൽ നല്ല ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പായസം കുറച്ചും കൂടെ കുറുകി വന്നിട്ടുമുണ്ട്. ഈ ഒരു രീതിയിൽ ആയിട്ട് വേണം നമ്മൾ കുടിക്കാൻ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.